പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വണക്കമാസ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47 മുതലുള്ള വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്തുതിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 47 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് പറയുക: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസരായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. ഈ തിരുവചന ഭാഗത്തില് എലിസബത്തിനെ മറിയം അഭിവാദനം ചെയ്യുന്നു. എലിസബത്തിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു പരിശുദ്ധാത്മാവിനെ നിറയുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരാൻ ഭാഗ്യം എനിക്ക് എവിടെ നിന്നൊക്കെ പറഞ്ഞ് എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്ത് കഴിയുമ്പോൾ മറിയം എലിസബത്തിനോട് ദൈവത്തിൻ്റെ മഹനീയ ശക്തി വർണ്ണിക്കുന്ന സംഭവമാണ് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതം. പരിശുദ്ധ കന്യക എളിമയുടെ വലിയൊരു നിറകുടവും മാതൃകയുമാണ്. അല്ലെങ്കിൽ ദൈവപുത്രനെ ജന്മം നൽകാൻ അവൾക്ക് സാധിക്കുകയില്ലായിരുന്നു. ദൈവപുത്രനെ ജന്മം നൽകണമെങ്കിൽ നല്ലൊരു എളിമ വേണം. ദൈവപുത്രനെ ജന്മം നൽകാൻ എളിമയുള്ളവർക്കേ സാധിക്കൂ. നല്ലൊരു എളിമയുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിയുന്നതിന് മുമ്പേ ഒരു സ്ത്രീ ഗർഭിണിയായാൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞതായതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അതൊന്നും ഒരു വിഷയമായിട്ട് പരിശുദ്ധ അമ്മ എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. എളിമയുടെ മനോഭാവത്തിലൂടെ, എളിമയുടെയും ശാന്തതയുടെയും മനോഭാവത്തിലൂടെ കടന്നുപോയ വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മറ്റാരേക്കാളും സ്വർഗം വരവ് വയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന വിശുദ്ധരെക്കായാലും ഡൊമിനിക് സാവിയോയെക്കായാലും കൊച്ചു തെരേസയായെക്കായാലും അൽഫോൻസാമയെക്കായാലും ഒക്കെ ദൈവം വരവ് വയ്ക്കുന്നത്, ദൈവം അംഗീകരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ദൈവം ഇന്നത്തെ ഈ വണക്കമാസ തിരുനാൾ ദിനത്തിൽ വലിയ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരു നിമിഷം കണ്ണടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് സാധിക്കുന്നിടത്തോളം
പരിശുദ്ധ അമ്മയോട് ചേർന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കരങ്ങൾ കൂപ്പുന്നു, കണ്ണടയ്ക്കുന്നു. പരിശുദ്ധ കന്യകാമറിയമേ, അമ്മ ജീവിതത്തിൽ എത്രമാത്രം സഹിച്ചു, ക്ഷമിച്ചു, എത്രമാത്രം എളിമപ്പെട്ടു. അമ്മ എളിമപ്പെട്ട പോലെ എളിമപ്പെടാൻ, അമ്മ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, അമ്മ സഹിച്ചതുപോലെ സഹിക്കാൻ, അമ്മ ഉത്തരം നൽകിയതുപോലെ ഉത്തരം കൊടുക്കാൻ അനുഗ്രഹവും കൃപയും നൽകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾക്കുണ്ടാകണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. തിരുസഭയ്ക്ക് വേണ്ടി, അഭിമന്യ പിതാവിന് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, തട്ടിപ്പിതാവിന് വേണ്ടി, സീറോ മലബാർ സഭയിലെ രൂപത മുഴുവനും വേണ്ടിയും, ലത്തീൻ റീത്തിന് വേണ്ടിയും, മലങ്കര റീത്തിന് വേണ്ടിയും, യാക്കോബായ സഭകൾക്ക് വേണ്ടിയും, ആത്മായർക്ക് വേണ്ടിയും, സന്യസ്തർക്ക് വേണ്ടിയും, ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയും, ഏകാന്ത ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിച്ച് പാടി പ്രാർത്ഥിക്കാം. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, തൻ കന്യാസാർവണ്യ, മേരി ലോകനാഥ, കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തൻ്റെ അമ്മയായ മേരി, മേരി ലോകമാതാ, മാതാവേ, മാതാവേ, മണ്ണിൻ ദീപം നീയേ, നീയല്ലോ, നീയല്ലോ നിത്യ സ്നേഹത്താര, ആശാപൂർണം നീയേ, ആശയതാര നീയേ, പാരിൻ താത നീയേ, മേരി ലോകമാതാ. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് മാതാവിൻ്റെ മധ്യസ്ഥം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി, ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പിറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിയപ്പെടുന്നു. കണ്ണുനീറിൻ്റെ താഴ്വരയിലൂടെ നീങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവീർപ്പെടുന്നു. ആകയാൽ അങ്ങയുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കരങ്ങൾ ഞങ്ങളുടെ നേരെ ധരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ ഞങ്ങൾക്കെല്ലാവർക്കും കാണിച്ചു തരണമേ. കാരുണ്യവും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബവും തിരുസഭയും ലോകം മുഴുവനും യോഗ്യരാകുവാൻ
സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസി ധൈര്യപ്പെട്ട് ഗർഭാത്യങ്ങൾ ഞാൻ അണിയുന്നു. വിലപിച്ച് കണ്ടെന്ന് ചെന്നി പാപിയായ ഞാൻ നിന്റെ ദയാളത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം മുൻപിൽ കണ്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് അല്പനേരം ഈശോയെ ഉച്ചസ്വരത്തിൽ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, പുതിയൊരു പന്തക്കൊസ്ത അനുഭവം നൽകണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അപ്പസ്തോലന്മാരെ ഒരുക്കിയ അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുക്കണമേ. നന്ദി. പരിശുദ്ധാത്മാവെ ആരാധന. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ, നീ പരിശുദ്ധനാകുന്നു. ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നതും ദൈവം ആശീർവദിക്കുന്നതും മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാ ക്രൈസ്തവ വിശ്വാസികൾക്കും പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വണക്കമാസത്തിരുന്നാൾ എല്ലാവർക്കും പരിശുദ്ധ കന്യകാമാതാവിൻ്റെ വണക്കമാസത്തിരുന്നാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം പരിശുദ്ധ അമ്മയെ അലങ്കരിച്ചതുപോലെ അമ്മയുടെ സുഹൃത്തങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെയും ധന്യമാക്കട്ടെ. ആമേൻ.